ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത്, സവാള, ബീൻസ്, ക്യാരറ്റ്, മുളക്, ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് ഉടച്ചെടുക്കുക. ഉപ്പിട്ട് വേവിച്ചുടച്ചെടുക്കുക. അതിലേക്ക് നന്നായി പാത്രം ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 2 കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നന്നായി ഒന്ന് മൂത്ത് ബ്രൗൺ കളർ അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർക്കുക. ക്യാരറ്റ്, സവാള, മുളക്, ബീൻസ് ഒക്കെ കൂടെ ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. വെജിറ്റബിൾസ് സവാളയിൽ കൂടെ ഏത് വെജിറ്റബിൾസ് നമ്മൾ ഇട്ടാൽ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടാൽ നന്നായി വഴണ്ടി കിട്ടും. നന്നായി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നന്നായി ഒന്ന് വെന്ത് വരും. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. പിന്നെ അവസാനം കുരുമുളകും ചേർത്ത് ശകലം മല്ലിയില ഇട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ സമൂസയുടെ ഷീറ്റിൽ ഇതുപോലെ മടക്കിയെടുക്കണം. ഞാൻ ആദ്യം ചെയ്തപ്പോൾ ശരിയായില്ല, പിന്നീട് ചെയ്തപ്പോൾ ശരിയായി. എന്നിട്ട് തിളച്ച എണ്ണയിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ചായയുടെ കൂടെ കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.